ഇനി മരണപ്പെട്ടു പോയ ജീവിതകാലത്ത് ഒരാളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വസ്തുവിനെ എന്നാലും മരിച്ചതിന് ശേഷം ഒരാളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട ഒരു മയ്യത്തിന്റെ ഏതെങ്കിലും കഷ്ണങ്ങളോ അവയവങ്ങളോ ലഭിച്ചാലോ എങ്കിൽ അതിനെ മരിച്ച മനുഷ്യനോട് ചെയ്യേണ്ട ആദരവോടും ബഹുമാനത്തോടും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെ മറവ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, യുദ്ധം നടക്കുമ്പോഴൊക്കെ ഉണ്ടാകാം. ഒരിക്കൽ മക്കയിൽ ഒരു പക്ഷി കൊണ്ടുവന്ന ഒരു കൈ ഉപേക്ഷിച്ചു. ജമൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആളുകൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അത്താബിന്റെ കൈയായിരുന്നു. മോതിരം കൊണ്ട് അതിനെ തിരിച്ചറിയുകയും അതിനെ കുളിപ്പിക്കുകയും അതിനെ മേൽ നമസ്കരിക്കുകയും ചെയ്തു. ധാരാളം സ്വഹാബികൾ പങ്കെടുത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മറ്റും അങ്ങനെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പ്രധാനമായി സംഭവിക്കണം. ഒരു വിമാനാപകടമുണ്ടായി. ആ വിമാനത്തെ മുസ്ലിമും ആ വിമാനത്തിന്റെ ഫ്ലൈറ്റിന്റെ ചാർട്ടിൽ നോക്കുമ്പോൾ പാസഞ്ചേഴ്സിൽ മുസ്ലിം കാണുന്നുണ്ട്, ഡെഡ് ബോഡി നമുക്ക് ലഭിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ. ആരാണ് മുസ്ലിം ആരാണ് അമുസ്ലിം എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം വന്നാൽ എല്ലാ കർമ്മം എല്ലാവരുടെ മേലും ചെയ്യേണ്ടതാണ്. ആരാണ് ഇത് മുസ്ലിം അമുസ്ലിം എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം വന്നാൽ ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇഷ്ടം പോലെ സംഭവിക്കും. ഉദാഹരണം പറയാം, പൂക്കിപ്പറമ്പ് ബസ് അപകടം, എക്സാമ്പിൾ. കത്തിക്കരിഞ്ഞ് മൃതദേഹം കിട്ടി. ഇതാരുടെ മൃതദേഹമാണ് എന്നൊരു പ്രത്യക്ഷമായ രീതികളൊന്നും അടയാളങ്ങളൊന്നും കാണുന്നുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ മറ്റു അടയാളങ്ങളൊക്കെ പലപ്പോഴും ഇല്ലാതെയാവും. ആണുങ്ങളാകുമ്പോൾ ഹിത്താൻ്റെ അടയാളങ്ങൾ ഉണ്ടാവും. ഈ ഹിത്താൻ്റെ അടയാളങ്ങളും ഈ മാർഗ കല്യാണത്തിൻ്റെ ഈ അടയാളങ്ങൾ പോലും അതിനുണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യമൊക്കെ വരുമ്പോൾ എല്ലാവരുടെ മേലും എല്ലാം ചെയ്യണം. നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്യണം. ഈ കൂട്ടത്തിലെ മുസ്ലിമായ മയ്യത്തിന്റെ മേൽ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് സ്വാഭാവികമായും വളരെ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹുവേ, ഇവർക്ക് നീ പുറത്തു കൊടുക്കുക, ഈ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുള്ള ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് നിയ്യത്ത് ചെയ്ത് ഈ കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങളായ മയ്യത്തിന്റെ മേൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് നമസ്കരിക്കണം. പുറത്തു കൊടുക്കാനുള്ള പ്രാർത്ഥന നടക്കുമ്പോഴും മുസ്ലിമീങ്ങളുടെ പേരിൽ എന്ന് മാത്രം ഉദ്ദേശിക്കണം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു മുസ്ലിം അല്ലാത്ത ആൾക്ക്, തൗഹീദ് കൊണ്ട് മൊഴിയാത്ത ഒരാൾക്ക് പോലും അവർക്ക് വേണ്ടി പുറത്തലിനെ തേടരുത് എന്നും, ആര് പുറത്തുവിനെ തേടിയാലും അത് കുറ്റകരമാവുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരുടെ മേലും ചെയ്യേണ്ടതാണ്. എന്നിട്ട് മൊത്തം ആളുകളുടെ മേൽ നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ശൈലി. ഇനി പ്രധാനമായ ഒരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു കാര്യമാണ് മയ്യത്ത് നമസ്കരിക്കുന്ന മുമ്പ് കടം ഒരാൾ ഏറ്റെടുക്കുക എന്നുള്ള പരിപാടി. അത് ദീനിൽ അസാസുള്ള ഒരു സംഗതി തന്നെയാണ്. എല്ലാ പള്ളികളിലും ഉണ്ട്. തന്നെ മയ്യത്തിൻ്റെ കടങ്ങൾ നാൾ ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ശൈലിയുണ്ട്. പക്ഷേ അത് യഖീനാക്കൽ വളരെ അത്യാവശ്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അത് ഇമാമ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നീടും ഇമാമ് അയാളെക്കുറിച്ച് തെര്യപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യേണ്ട ഇമാമുകൾക്ക് അതിപ്രധാനപ്പെട്ട സുന്നത്ത് പോലെയാണ്. കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. കടമേറ്റുപോയിട്ടാണ് പോയാൽ പോരാ, ശ്രദ്ധിക്കണം. അത് ഇന്നത്തെ കാലത്താണ് ഏറ്റുപോവാണ്. ആ ഏറ്റുപോയാൽ പൊടിയാവില്ല. അത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. അങ്ങനെ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമല. ശ്രദ്ധിക്കോളൂ. ഒരാൾ മരിച്ചുപോയി, അയാളെ ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കടം, അല്ലാഹു തആല കടം വീട്ടിൽ മരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കടമില്ലാതെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. കടം ചാദ്യം ഒഴിവായാൽ സ്വർഗം കൊടുക്കുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം ഒരു മുഅ്മിനായ മനുഷ്യൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഒന്നയാൾ ചതി ഒഴിവാക്കി, രണ്ടയാൾ കടം ഒഴിവാക്കിയിട്ടുണ്ട്. വഫീ റിവായത്തിൻ അരിശുവത, കോഴ കൈക്കൂലി, അത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിൽ രണ്ട് റിവായത്തുണ്ട്, മനസ്സിലായില്ല. അത് പറയാൻ പറ്റിയൊരു കാലവുമാണിത്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുന്നത്, മനസ്സിലായില്ല.
രണ്ട് കാര്യം, ഒരു ഭാഗത്തിൽ രണ്ട് കാര്യം, ഒരു ഭാഗത്തിൽ മൂന്ന് കാര്യം എന്ന് കാണുന്നുണ്ട്. ഒന്ന് ചതി, രണ്ട് കടം, മൂന്ന് റിശ്വത്ത്. റിശ്വത്ത് മനസ്സിലല്ലേ? ഈ കൈക്കൂലി കോഴ. ഇത്തരം മൂന്ന് കാര്യം ഒഴിവാക്കി അത്യാവശ്യം അമൽ ചെയ്തുകൊണ്ട് വന്നാൽ ഞാൻ സ്വർഗ്ഗം വാങ്ങിക്കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടം ഈ കൂട്ടത്തിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അൻജാബിർ ബിൻ അബ്ദില്ലാ, ഒരാൾ മരിച്ചുപോയി, ഫഗസൽനാഹു വകഫന്നാഹു, അയാൾ ഞങ്ങൾ കഫൻ ചെയ്തു, കുളിപ്പിച്ചു, കഫൻ ചെയ്തു, വഹന്നത്നാഹു വളഅനാഹു റസൂലുള്ളാഹി ഹൈസു തുളഉൽ ജനായിസു. ശരിക്കും എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു. സുമ്മ ആദന്നാലി റസൂലില്ലാഹി ബിസ്സലാത്തി അലൈഹി. അങ്ങനെ ഹബീബ റസൂലുള്ളാഹിക്ക് ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത് നബി മയ്യത്ത് നിസ്കരിക്കുന്നു. ഹബീബ നബി ഞങ്ങളെ കൂടെ വന്നു. എന്നിട്ട് ഒന്ന് രണ്ട് കാലടി ഇങ്ങോട്ട് വെച്ച് വന്നു, കാല. എന്നിട്ട് ഹബീബ നബി പറഞ്ഞു, ലഅല്ല അലാ സാഹിബിക്കും ദൈന, ഇയാൾക്ക് കടം ബാക്കിയുള്ളത് പോലെയുണ്ടല്ലോ. മിൻ ഇൽമിൽ ഗൈബി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്തിനെ കണ്ടാൽ വേണ്ടി നബി വന്ന് പറഞ്ഞു, കടം ബാക്കിയുള്ള കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ലഅല്ല ലി സാഹിബിക്കും ദൈന, നിങ്ങളുടെ സാഹിബിന് ദൈനുള്ളത് പോലെ ഉണ്ടല്ലോ എന്ന് പുണ്യ നബി പറഞ്ഞു. ദൈനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാലു, ആളുകൾ പറഞ്ഞു, നഅം ദീനാറാനി, അയാൾ നാട്ടുകാർക്ക് 2 ദീനാർ കൊടുക്കാണ്ട്. ചിന്തിക്കട്ടോ, ഇന്നത്തെ എന്ത് 2 ഉറുപ്പിക. അതാത് പ്രദേശത്തെ 1 ഉറുപ്പ്യൻ്റെ മക്കാമിലാണല്ലോ 2 ഉറുപ്പിക. ഇതപ്പോൾ കടം അല്ലാതെ നാട്ടിലൊന്നും നമ്മൾ പറയും പോലെ നാട്ടിലെല്ലാം കൂടെ കൊടുക്കാവുന്ന ആ അവസ്ഥയല്ലുള്ളത്. എന്തുണ്ട് 2 ദീനാർ കൊടുക്കാണ്ട്. അപ്പോഴാ പുണ്യ നബി പറഞ്ഞത്, ഫതഖല്ലഫ, റസൂലുള്ള ബേക്കിലേക്ക് നിന്നു. കാല, എന്നിട്ട് പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കുന്ന, നിങ്ങൾ നിസ്കരിച്ചോളൂ. ഈ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഹദീസ് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഫഖാല, ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, സല്ലു, ഇനി നിങ്ങൾ നിസ്കരിച്ചോളൂ. നബി അങ്ങോട്ട് ഫതഖല്ലഫ, റസൂലുള്ള ബേക്കിലേക്കാണ് പോയി, നിസ്കരിച്ചോളൂ. അപ്പോഴത്തിന് ഫഖാല റജുലുൻ മിന്നാ യുഖാലു അബൂ ഖതാദ, അപ്പോൾ അബൂ ഖതാദ എന്ന പേരുള്ള ഒരു സ്വഹാബി ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സ്വഹാബി പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹു മഅലയ്യ, നബി നിങ്ങൾ പോകണ്ട നബിയെ, ആ 2 ദീനാറും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അബൂ ഖതാദ വന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഫഖാല ഫജഅല റസൂലുള്ളാഹി യഖൂലു, അപ്പോൾ നബി വീണ്ടും ചോദിച്ചു, ഹുമാ അലൈക വഫീ മാലിക, ആ 2ഉം ഇനി നിന്നോടാണോ ചോദിക്കേണ്ടത്? അത് നിന്റെ ധനമാണോ ഇനി ഉത്തരവാദി? ഒന്നും കൂടി പറയാൻ പറഞ്ഞു. അത് ശ്രദ്ധിക്കണം. ഹുമാ അലൈക വഫീ മാലിക, നീ ഏറ്റിട്ടുണ്ടോ? നിന്റെ ധനം ഇനി ഉത്തരവാദിയാണെന്ന് ചോദിച്ചു. ഹബി വൽ മയ്യിത്ത് മിൻഹുമാ ബരിയൂൻ, മയ്യത്തിനെ ഈ 2 ദിനാറിന് പൂർണ്ണമായി നീ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പൂർണ്ണമായി മയ്യത്തിനെ ഒഴിവാക്കിയിട്ട് നീ മയ്യത്തിന് സംഭാവനയായി കൊടുക്കുകയും മയ്യത്തിനെ നീ രക്ഷപ്പെടുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, അയാൾ പറഞ്ഞു, അതേ നബിയെ. ഫസല്ല അലൈഹി, ഇത് പറഞ്ഞപ്പോഴാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ നിസ്കരിച്ചത്. ചിന്തിക്കണം, വളരെ ആലോചിക്കണം, വളരെ ചിന്തിക്കണം. ആവശ്യമില്ലാതെ കടം വാങ്ങുക, വളരെ ചിന്തിക്കണം. ആവശ്യമില്ലാതെ കടം വാങ്ങുക. ഇതിനൊക്കെ പല ആളുകൾ കച്ചവടക്കാരുള്ള ബാങ്കിൽ മുഴുവനും അവർക്ക് കടമായിരിക്കുക, എല്ലായിടത്തും കൊടുക്കാനുണ്ടാവും. പ്രത്യേകിച്ച് കച്ചവടക്കാരും മുതലാളിമാർക്ക് ഇന്നതൊരു ഏർപ്പാടുമാണ്, അതൊരു പേടിയില്ല. പഴയ കാലത്തൊക്കെ പേടി ഉണ്ടായിരുന്നു, ഇന്ന് ഒരു പേടിയില്ല. പലിശയെ പറ്റിയൊന്നും തീരെ പേടിയില്ല. ആർക്ക് പേടിയില്ല? നിസ്കരിക്കണവർക്ക് പേടിയില്ല. പടച്ചോനെ പേടിക്കുന്നവർക്കും നിസ്കരിക്കുന്നവർക്കും പേടിയില്ല. അതങ്ങനെ വാങ്ങിക്കൂട്ട് തന്നെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കാസർഗോഡ് മുതൽ ഈ മലപ്പുറം തൃശ്ശൂർ വരെ ഈ കാണുന്ന അഭിവൃദ്ധിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഏകദേശം 60% 60% ബാങ്കിൻ്റെ ഉരുപ്പടിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു ന്യായം നിങ്ങൾ പറഞ്ഞേക്കൂ. എന്നോടൊരാൾ ചോദിച്ചു, ഉസ്താദെ, പിന്നെ ബാങ്കിനോട് ബന്ധപ്പെടാതെ സാധനം ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ കഴിയില്ല, ബാങ്കിനോട് ബന്ധപ്പെടൽ ഇപ്പം നിർബന്ധമാണ്. ഇയാളെ ചോദ്യം കേട്ടാത്തോണം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കൽ സുന്നത്താണെന്ന് ഏതോ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇതിന് വകുപ്പുണ്ടാക്കണമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കൽ സുന്നത്താന്ന് വരണ്ടേ? അല്ല, അള്ളാഹു സുന്നത്താണെന്ന് വിധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ആലോചിക്കണം. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് പ്രാഥമികമായി ഞാൻ പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം. الربا 73 بابا أيسرها
പലിശ 73 വകുപ്പുകളാണ്. ഐസറുഹ